സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഇന്നലെ നമ്മളെല്ലാവരും ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയുണ്ടായി. പലയിടങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. എന്നാൽ ഇന്നലെ രാവിലെ കേരളം ഞെട്ടലോടെ കേട്ടൊരു വാർത്തയാണ് കാസർഗോഡ് ലഹരിക്കടിമയായ മകൻ അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം. സമാനമായൊരു കേസ് ഇന്നലെ രാത്രിയോടുകൂടി കോട്ടയത്ത് നിന്നും കേട്ടു. കോട്ടയം പള്ളിക്കത്തോട് ലഹരിക്കടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. പള്ളിക്കത്തോട് ഇളമ്പള്ളി സ്വദേശിനി സിന്ധുവിനെയാണ് മകൻ അരവിന്ദ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. വാക്കത്തി ഉപയോഗിച്ച് സിന്ധുവിന്റെ കഴുത്തിലാണ് അരവിന്ദ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. JCB ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന അരവിന്ദ് അമിതമായി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലഹരി വിരുദ്ധ ദിനത്തിലാണ് രണ്ടമ്മമാരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. രണ്ടിടത്തും കൊലയാളികളായത് മക്കളാണ്, ലഹരിക്കടിമകളായ മക്കളാണ്. കോട്ടയം പള്ളിക്കത്തോടിലെ ആ വീട്ടിൽ സംഭവിച്ചതെന്താണ്? ലഹരിയാണോ അവിടെയും പ്രധാന വില്ലനായത്? തീർച്ചയായും ടോം, ലഹരി തന്നെയാണ് വില്ലനായത് എന്നാണ് പോലീസിൽ അടക്കം നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാൾ നേരത്തെയും ലഹരി സ്ഥിരമായി ഉപയോഗിക്കുകയും ഡി അഡിക്ഷന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ, ആശുപത്രി പ്രവേശനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എന്തായാലും ഈ ലഹരി എന്നത് സ്വന്തം മാതാവിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി ഈ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം വ്യക്തമാവുകയാണ്. 45 വയസ്സുകാരി സിന്ധു ആണ് കൊല്ലപ്പെട്ടത്. സിന്ധു ഈ പള്ളിക്കത്തോട്ടിൽ ലോട്ടറി കച്ചവടമൊക്കെ നടത്തിയാണ് ഉപജീവനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. രാത്രി 8 മണിയോടുകൂടി വീട്ടിലെത്തിയ മകൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ തന്നെ, ഈ പ്രതിയായ അരവിന്ദ്, അയാൾക്ക് 23 വയസ്സാണുള്ളത്, അയാൾ തന്നെ തൊട്ടടുത്ത വീട്ടിൽ പോയി അമ്മയെ വെട്ടി എന്ന് പറയുകയായിരുന്നു. കഴുത്തിനടക്കമേറ്റ മാരകമായ മുറിവുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഇയാൾ ഓടി രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചില്ല. ഇങ്ങനെ പോലീസ് വരുമ്പോഴടക്കം ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. കാഞ്ഞിരപ്പള്ളി DYSP സാജു വർഗീസ് ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തുകയും തീർച്ചയായും ആ വീടിന്റെ സാഹചര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. ഈ സിന്ധുവും മകൻ അരവിന്ദും മാത്രമാണോ വീട്ടിലുണ്ടായിരുന്നത് ആ സമയത്ത്? ഈ ഒരു പെട്ടെന്നുള്ള പ്രകോപനം, അത് ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമാണോ, അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണോ കൊലപാതകത്തിന് കാരണമായത്? ശ്രീജിത്ത്, ടോം, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാരണമാണ്. അതായത് ഭക്ഷണം വെക്കുന്നതിലെ ചില അഭിപ്രായ ഭിന്നതകളാണ് ഇങ്ങനൊരു പെട്ടെന്നൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ പ്രതിയിൽ നിന്നടക്കം ലഭിച്ച മൊഴി അങ്ങനെയാണ്. കാരണം ഈ വെട്ടേറ്റ് തളർന്നു കിടക്കുന്ന സിന്ധുവിനെയാണ് ഈ നാട്ടുകാരൊക്കെ കാണുന്നത്. വളരെ വേഗം തന്നെ അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരോട് വിവരം അറിയിച്ചു. നാട്ടുകാർ ഓടിച്ചെന്നു. പിന്നീട് ഇയാൾ പറയുന്ന വിവരങ്ങളാണ് പോലീസിനും നാട്ടുകാർക്കും ഒക്കെ ഉള്ളത്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ലഹരിക്ക് അടിമ എന്ന നിലയിൽ തന്നെ ചികിത്സ തേടിയിട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെ ഒരാളാണ് ഈ അരവിന്ദ്. 23 വയസ്സ് മാത്രമാണ് പ്രായം ഉള്ളത്. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസ് സംഘമൊക്കെ എത്തി. ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് തന്നെ പിടികൂടുകയും പിന്നീട് അറസ്റ്റും മറ്റ് ചോദ്യം ചെയ്യലും തുടർ നടപടികളിലേക്കൊക്കെ കടക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ലഹരി ദിനത്തിൽ ആണ് സംഭവം ഉണ്ടായത്. സ്വന്തം അമ്മയെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത കാര്യമാണ്. നേരത്തെ ടോം സൂചിപ്പിച്ച കാസർഗോഡ് ആണെങ്കിലും ഇതാണെങ്കിലും ലഹരി എത്രത്തോളം വലിയ മാരകമായി നമ്മുടെ യുവതലമുറയെ അടക്കം ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ പള്ളിക്കത്തോട്ടിലുണ്ടായ സംഭവം. വ്യക്തമാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ